ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ അധ്യായമായ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്. ഇതിൻ്റെ പാഠഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, അതുപോലെ തന്നെ വായിക്കണം. ഒരു 3-4 തവണ ശ്രദ്ധാപൂർവം വായിച്ചാൽ മാത്രമേ നമുക്കത് ആവുകയുള്ളൂ. ഒരുപാട് വലിയ വലിയ സെൻറ്റൻസുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 തവണ ശ്രദ്ധയോടുകൂടി വായിക്കണം. അതിനുശേഷം നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്ക് നേരെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പഠന പ്രവർത്തനമാണ് കണ്ടെത്താൻ പറയാം. താഴെ നൽകിയ ആശയങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി പറയൂ. ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പാഠപുസ്തകം മനസ്സിരുത്തി ഒരു 3-4 തവണ വായിക്കണം. വായിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് ഇതിൽ പറഞ്ഞ സൂചകങ്ങളിൽ നിന്ന് താഴെ നൽകിയ ആശയങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ കഥയിൽ നിന്ന് നമുക്ക് കണ്ടെത്തി പറയാനാകൂ. അപ്പം ഞാൻ സൂചകങ്ങൾ പറയാം. അതിലെഴുതിയിരിക്കുന്നത്: മുറ്റത്തെ ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അടുത്തത്, കയ്യിലൊരു ചെടിക്കൊമ്പും പിടിച്ച് ശാന്തനു ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. അടുത്തത്, ശാന്തനു കണ്ട പക്ഷികളുടെ ചുണ്ടും കണ്ണുകളും തൂവലുകളും അതിമനോഹരമായിരുന്നു. ശാന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു. അടുത്തത്, ശാന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു. അടുത്തത്, മരിച്ചുപോയ അമ്മയെയാണ് ശാന്തനു അന്വേഷിച്ചിരുന്നത്. ഇതിൻ്റെ ആശയങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തണം. അടുത്ത പ്രവർത്തനമാണ് പക്ഷികളുടെ ലോകം. നോക്കാം നമുക്കത്. പക്ഷികളുടെ ലോകം. പക്ഷികളുടെ ചലനങ്ങൾ, പറക്കൽ, ശബ്ദങ്ങൾ ഇവയെല്ലാം കഥയിൽ പല ഭാഗങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യങ്ങൾ കണ്ടെത്തി എഴുതൂ. ഉദാഹരണം കൊടുത്തിരിക്കുന്നത്: മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു. ഒന്നാമത്തെ ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ്: മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു. ഇതുപോലുള്ള വാക്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെന്തൊക്കെയായിരിക്കുമെന്ന്. പെട്ടെന്ന് പൊന്തയിലെ ഇലകളെ തള്ളിത്തുറന്ന് ചിറകടികളായി മാറി. അടുത്തൊരെണ്ണമാണ്: പ്ലാവിൻ തലപ്പിലെ ചാഞ്ചാട്ടങ്ങളായി തീർന്നു. അടുത്തത്, ചിറകുകളുടെ ജാലവിദ്യയാൽ ഇലകളുടെ ഒരു കരവിരുതിൽ അവ രക്ഷപ്പെട്ടു. പക്ഷികൾ ചിറകു വീശി അലഞ്ഞു. പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തേക്ക് പാഞ്ഞുപോയി. മനസ്സിലായില്ലേ? അടുത്ത പ്രവർത്തനമാണ് സ്വപ്നലോകം. ശാന്തനു കണ്ട സ്വപ്നം എത്ര മനോഹരമായിട്ടാണ് കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടൊരു സ്വപ്നത്തെപ്പറ്റി ചെങ്ങാതിക്കൊരു കത്ത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു കത്ത് എഴുതണം. ചെങ്ങാതിക്കൊരു കത്ത് എഴുതണം. കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം എന്താ? ഏറ്റവും മുകളിലായി സ്ഥലവും തീയതിയുമെല്ലാം എഴുതണം. അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ചെങ്ങാതിക്ക്, നമ്മുടെ ചെങ്ങാതി ആർക്ക് വേണ്ടിയാണോ എഴുതുന്നത് അവരുടെ പേരെഴുതണം. ഇപ്പം അനന്തു എന്നൊരു ചെങ്ങാതിയാണെങ്കിൽ പ്രിയപ്പെട്ട അനന്തു എന്ന് നമ്മൾ ആദ്യം അനന്തുവിനെ അഭിസംബോധന ചെയ്യണം. അതിനുശേഷം നമ്മൾ കണ്ട സ്വപ്നത്തിൻ്റെ വിഷയങ്ങൾ എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? അനന്തു, നിനക്ക് സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് എന്ന കാര്യങ്ങളൊക്കെ എഴുതണം. അതിനുശേഷം, ഞാൻ കണ്ടൊരു മനോഹര സ്വപ്നം നീയുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത മനോഹരമായ ലോകത്ത് ഞാൻ പോയി. നിറയെ പൂന്തോട്ടങ്ങളും പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. അവയ്ക്കെല്ലാം സംസാരിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്നത് മനോഹരമായ നല്ല ഭംഗിയുള്ളൊരു തത്തയുടെ പുറത്തിരുന്നായിരുന്നു. ഒരുപാട് കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടു. എല്ലാം കഴിഞ്ഞ് അവ എന്നെ ഈ ലോകത്ത് ഇറക്കി തന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ സ്വപ്നങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ സ്നേഹത്തോടെ എന്ന് എഴുതിയിട്ട് നമ്മുടെ പേരെഴുതണം. അങ്ങനെയാണ് ഒരു കത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മാതൃകയിൽ നമ്മളൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് വേണം കത്തിലെഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ.
പറന്നു പോകുന്ന പക്ഷികൾ. നോക്കാം നമുക്കത്. പക്ഷികൾ മരിക്കുന്നില്ലേ എന്ന ശന്തനുവിൻ്റെ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി എന്തായിരുന്നു? അങ്ങനെ പറയാനുള്ള കാരണമെന്താവും? പക്ഷികളുടെ മരണത്തെക്കുറിച്ചുള്ള ശന്തനുവിൻ്റെ അന്വേഷണത്തിൻ്റെ കാരണമെന്താണ്? കഥ ഒരിക്കൽ കൂടി വായിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്തൊരു കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്കതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. മരിക്കുന്നതിന് പകരം അവ പറന്നു പോകുന്നു. സൂര്യനെയും ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പിന്നിട്ട് പുതിയ ലോകത്തേക്ക് പറക്കുന്നു. ദൈവം പൂത്തിരി പോലെ കത്തുന്ന നക്ഷത്രങ്ങളായി അവർക്ക് വഴികാട്ടുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അച്ഛൻ ഇങ്ങനെ പറയാനുള്ള കാരണം ശാന്തനുവിൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ശാന്തനുവിൻ്റെ അന്വേഷണങ്ങൾ. മനസ്സിലായോ? ശാന്തനുവിൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ശാന്തനുവിൻ്റെ അന്വേഷണങ്ങൾ. അമ്മയുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് അവന് സങ്കടം വരാതിരിക്കാനാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത പഠന പ്രവർത്തനമാണ് നീണ്ടുപോകുന്ന വാക്യങ്ങൾ. നോക്കാം നമുക്കത്. അവൻ എണീറ്റ് ഒരു ഇല പറിച്ചു. പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. ഈ വാക്യത്തെ ചെറുവാക്യങ്ങളായി മാറ്റി എഴുതി നോക്കൂ. ചെറുവാക്യങ്ങളായി മാറ്റി എഴുതിയത് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അവൻ എണീറ്റു, ഒരു ഇല പറിച്ചു, പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. കഥയിലെ നീണ്ട വാക്യങ്ങൾ പകർത്തി ഇതുപോലെ ചെറുവാക്യങ്ങളായി എഴുതൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അതിൻ്റെ മാതൃക ഒരെണ്ണം നമുക്ക് നോക്കാം. പാഠപുസ്തകത്തിലൊരു വാക്യമാണ്, ദൈവം മിന്നാമിനുങ്ങുകളായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശാന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു. ഇത് നമുക്ക് ചെറിയ ചെറിയ വാചകങ്ങളാക്കി എഴുതി എങ്ങനെയുണ്ട് എഴുതാം നോക്കാം നമുക്കത്. ദൈവം മിന്നാമിനുങ്ങുകളായി. അടുത്തൊരു വാക്യമാണ് എരിയുകയും കെടുകയും ചെയ്തു. അടുത്തൊരു വാക്യമാണ് ശാന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു. ഇതുപോലുള്ള വാക്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. അടുത്ത പഠന പ്രവർത്തനമാണ് ആസ്വാദനം എഴുതാം. പാഠപുസ്തകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു കുട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് വായിക്കൂ. പാഠപുസ്തകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു കുട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് വായിക്കൂ. ശ്രീജ കെ എഴുതിയ പാഠപുസ്തകം എന്നൊരു കവിതയാണ് പാഠഭാഗത്ത് അടുത്തതായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ കവിതയൊന്ന് കേൾക്കാം. ആ കവിത ഇങ്ങനെയാണ്. പാഠപുസ്തകം. എൻ പാഠപുസ്തകം ഞാൻ എഴുതിടും കാലം, കനവു കാണുന്നു ഞാൻ ഒന്നാം പാഠത്തിലെൻ നാമമെൻ പഠം. പാഠം 2 അമ്മയും അച്ഛനും, 3 മുത്തശ്ശി, മുറ്റത്തെ മുല്ലയും 4 മാവേലി. നല്ലൊരോണപ്പാട്ടും 5 കിളിക്കൊഞ്ചും, 6 കളിത്തോഴർ, 7 പാഠമായി വരും മഴയും കളിവഞ്ചിയും. മറക്കാമോ മാടത്തയെ പാറട്ടെ പാഠമെട്ടിൽ, തുമ്പയും തുമ്പിയും 9, 10 പുളിനെല്ലി. പിന്നത്തെ പാഠങ്ങളിൽ പാണ്ഡനും കുറിഞ്ഞിയും, പുറഞ്ചട്ട പൂങ്കോഴിക്ക്, മറുഭാഗം പൂവാലിക്ക്. മുഖമൊഴിയൻ പുഞ്ചിരി മുത്തശ്ശിക്കു സമർപ്പണം. എൻ പാഠപുസ്തകം ഞാൻ എഴുതിടും കാലം, കനവു കാണുന്നു ഞാൻ. ഇതാണ് ശ്രീജ കെ എഴുതിയ പാഠപുസ്തകം എന്ന കവിത. തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, കവിത ഇഷ്ടപ്പെട്ടില്ലേ? ഈ കവിതയുടെ സവിശേഷതകളായി നിങ്ങൾ കണ്ടെത്തിയത് എന്തെല്ലാമാണ്? പാഠപുസ്തകത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിപ്രായങ്ങളും കൂടി വ്യക്തമാക്കുന്ന തരത്തിൽ ഈ കവിതയ്ക്കൊരു ആസ്വാദനം എഴുതൂ. ഈ കവിതയ്ക്കൊരു ആസ്വാദനം എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ആസ്വാദനം എങ്ങനെ എഴുതാമെന്ന്. അപ്പം നമുക്കതിൻ്റെ ആസ്വാദനം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നമ്മൾ ഏതൊരു കവിതയ്ക്കും ആസ്വാദനം എഴുതുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത്, ഈ കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രീജ കെ എഴുതിയ പാഠപുസ്തകം എന്ന കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ നമുക്ക് ഏതൊരു ആസ്വാദനം ഏതൊരു കവിതയെക്കുറിച്ച് പറഞ്ഞാലും ആദ്യം ആ കവിത എഴുതിയ ആളുടെ പേര് പറഞ്ഞിട്ട്, ഈ കവിത എനിക്ക് ഇന്ന വ്യക്തി എഴുതിയ കവിത, ആരാണോ കവിത എഴുതിയത് ആ വ്യക്തി എഴുതിയ കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊരു സെൻറ്റൻസ് എഴുതാം. അത് നമുക്ക് ഏതൊരാളുടെ കവിതയാണെങ്കിലും അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഈ പാഠപുസ്തകം എന്ന കവിതയിൽ വെച്ച് എഴുതുമ്പോൾ
ശ്രീജാക്ക് എഴുതിയ പാഠപുസ്തകം എന്ന കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ പഴയ വിദ്യാലയ ഓർമ്മകളിലേക്ക് ഈ കവിത കൂട്ടിക്കൊണ്ടുപോയി. പുറംചട്ട പൂങ്കോഴിക്ക് മറുഭാഗം പൂവാലിക്ക് എന്ന വരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൂടാതെ ഇതിലെ ഓരോ വരികളും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചവയായിരുന്നു. ഇതുപോലൊരു കവിത എഴുതുവാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എഴുതേണ്ട വാക്യങ്ങൾ. ഏതൊരു കവിതയാണെങ്കിലും ആ കവിതയ്ക്ക് അനുസൃതമായിട്ട് ആസ്വാദനക്കുറിപ്പിൽ മാറ്റം വരുത്തി എഴുതണം. തുടക്കം ഇത് എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഈ കവിതയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം ഈ ആസ്വാദനം പൂർണ്ണമാക്കാനായിട്ട്. ഓക്കെ, അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വായന നൽകുന്ന അനുഭവങ്ങൾ. പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ വായനാനുഭവം നോക്കാം. ബാല്യത്തിൽ ഞാൻ ആദ്യമായി വായിച്ച നോവലിൻ്റെ പേര് ചിന്താമണി എന്നായിരുന്നു. നല്ലവളായ ഒരു രാജകുമാരിയെ അവളുടെ ശത്രു ഒരു കോട്ടയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തടവറയിൽ ബന്ധനസ്ഥനാക്കിയതും അവളെ ഒരു തത്ത തൻ്റെ പരിശ്രമത്തിൽ സ്വതന്ത്രയാക്കിയതും ആ പഴയ കഥയിൽ സുന്ദരമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥ വായിച്ചതിനു ശേഷമാണ് ഞാൻ വാസ്തവത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയും എൻ്റെ മിത്രങ്ങളായി കണ്ടു തുടങ്ങിയത്. കേട്ടില്ലേ? വായന നിങ്ങൾക്കും പല അനുഭവങ്ങളും സമ്മാനിച്ചിട്ടുണ്ടാവും. ഓർമ്മയിലുള്ള ഒരു വായനാനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ. കൂട്ടുകാരെ, നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയുടെ ഓർമ്മകളാണ് പങ്കുവെക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കവിത, ഏതെങ്കിലും ഒരു കഥ, ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ പങ്കുവെക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ആ ഒരു കഥ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്ന് വെച്ചാൽ ആ കഥ ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ പങ്കുവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ആ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം പഠിക്കണം. മലയാളം സെക്കൻഡിലെ 1ാമത്തെ യൂണിറ്റിലെ പാഠഭാഗം ഇതോടുകൂടി അവസാനിച്ചു. ഇത് ലാസ്റ്റത്തെ പാഠഭാഗമായിരുന്നു. ഇനി വരുന്നത് യൂണിറ്റ് 2ലെ പാഠഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയുള്ള പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്ത് വീണ്ടും മറ്റൊരു പാഠഭാഗവുമായി വരാം. ഓക്കെ, താങ്ക്സ്.